ആദ്യമായിട്ട് ലിറിക്സ് തരുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ 4 ലിറിക്സ് ആണ് തരുന്നത്. ഇതിൽ ഏത് വേണമെങ്കിൽ ചെയ്യാം. തികഞ്ഞ ഒരു ഭക്തനായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ വരുന്ന വരികളാണ്. ഭയങ്കര ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ പാട്ട് കേട്ടപ്പോ. മന്ത്ര ചൈതന്യമെന്നിലാവാഹി അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി, ആ ഒരു അനുഭവം, അവർക്ക് ശബരിമലയിൽ പോകുന്ന പോലെ അവിടെ കിട്ടുന്ന ഒരു അനുഭൂതി ഈ പാട്ടില് കിട്ടണം ഉള്ളൊരു ആഗ്രഹത്തിലാണ് ചെയ്യുന്നത്. മലവാഴും ശ്രീമണി കണ്ഠ. നമസ്കാരം. അനവധി ഡിവോഷണൽ സോങ്സ് നമുക്ക് നൽകിയ MC ഓഡിയോസിൻ്റെ ലേറ്റസ്റ്റ് ആൽബമാണ് ശ്രീ മണികണ്ഠൻ. ശ്രീ മണികണ്ഠൻ്റെ ക്രൂ മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. കമ്പോസർ ഉണ്ട്, സിംഗർ ഉണ്ട്, അതിൻ്റെ ലിറിക്സ് റൈറ്റർ ഉണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമുക്ക് മധുചേട്ടനിൽ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ ലിറിക്സ് റൈറ്ററാണ് മധു മേനൻ. എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഇതിന് മുന്നേയും എഴുതിയിട്ടുണ്ട്. ഡിവോഷണൽ സോങ്സ് മാത്രമല്ല, കവിതകൾ എല്ലാം അയ്യപ്പൻ എന്നുള്ള അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആദ്യം ഒന്ന്. ആൽബം അത് പാലക്കാട് വേട്ടയ്ക്കൊരുമകൻ എന്നുള്ള ഒരു ക്ഷേത്രത്തിലെ ആൽബമാണത്, എല്ലാം അയ്യപ്പൻ എന്നുള്ളത്. അതെന്ന് വെച്ചാൽ അവിടെ ഞാൻ 2011 ആദ്യമായിട്ട് അവിടെ പോയത്. അപ്പോൾ അവിടെ ഒരു കീർത്തനം സമർപ്പിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അവിടുത്തെ പൂജിക്കുന്ന ഒരു സൗന്ദരരാജ ഭട്ടാചാര്യ എന്നുള്ളൊരു സ്വാമി, അദ്ദേഹം പറഞ്ഞു TSG നമ്മുടെ സംഗീതജ്ഞൻ, അദ്ദേഹം അവിടെ വരുന്നുണ്ട് 2018. അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ചൊരു പാട്ട് വേണമെന്ന് എന്നോട് പറയണ്ടായി. അപ്പോൾ അങ്ങനെ അതൊരു തുടക്കമായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും പിന്നെ മഹാഗുരു TSGയുടെ ആ ഒരു സംഗീതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പാട്ട് എഴുതി കൊടുക്കാൻ പറ്റി. ആ സമയത്ത് അദ്ദേഹം അവിടുത്തെ പൂജിക്കുന്ന സ്വാമി പറഞ്ഞു, ഒരു ആൽബം ഈ അയ്യപ്പനെ കുറിച്ച് വേണം, അത് TSG തന്നെ സംഗീതം ചെയ്യണം, ഞാൻ എഴുതണം എന്ന്. അങ്ങനെയാണ് അത് പിറവി കൊണ്ടത്. അതിൽ മധുചേട്ടൻ മധുചേട്ടൻ 7 പാട്ട് പാടി, ഒരു പാട്ട് TSG തന്നെ പാടി, ഒരു പാട്ട് ശങ്കർ വിനായക് പാടി. അങ്ങനെയാണ് അത് തുടക്കം. അത് എത്താൻ കാരണം TSG എന്നുള്ളൊരു ആ ഒരു സംഗീത പ്രതിഭയുടെ മുമ്പിൽ എത്താൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് കൽപ്പാത്തി സുബ്രഹ്മണ്യൻ, അദ്ദേഹമാണ് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ ഇപ്പോൾ ഇങ്ങനെ പോകുന്നു. TSGയുടെ ആ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. ഇപ്പോൾ പുതിയ ആൽബം ശ്രീ മണികണ്ഠൻ, അതിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയായിരുന്നു? ഇൻസ്പിറേഷൻ വെച്ചാൽ പല ഓൾറെഡി മധുചേട്ടനും ബിജുചേട്ടനും എൻ്റെ ലിറിക്സ് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതേ സീനിയർ ആർട്ടിസ്റ്റാണ് നമ്മുടെ ഗണേശ് ചേട്ടൻ. അപ്പോൾ പല വേദികളിലും അദ്ദേഹത്തെ കാണലുണ്ട്, ഞങ്ങൾ സംസാരിക്കലുണ്ട്. ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു എൻ്റെ ഒരു പാട്ട് ഗണേശ് ചേട്ടൻ. കാരണം നമുക്കറിയാം ഗണേശ് ചേട്ടനെ കുറിച്ച് ചോറ്റാനിക്കരതയുടെ പാട്ടൊക്കെ എന്നും വളരെ ഫേമസ് ആയത്. നമ്മുടെ കയ്യിൽ ആൽബമൊക്കെ ഉണ്ട് കയ്യിലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് MC ഓഡിയോസ് ഇപ്രാവശ്യം പറഞ്ഞത് ഗണേശ് ചേട്ടനെ വെച്ചിട്ടൊരു പാട്ട്, കാരണം അത് ഞാൻ എഴുതണമെന്നും ശങ്കർ വിനായക് അത് സംഗീത സംവിധാനം ചെയ്യണമെന്നും. അതൊരു വലിയൊരു മഹാഭാഗ്യമായി. അതാണ് ആ ഒരു ശ്രീ മണികണ്ഠൻ ഇറങ്ങാൻ പോകുന്ന ഈ ആൽബത്തിലേക്കുള്ളൊരു കാൽവെപ്പ്. MC ഓഡിയോസ് നേരത്തെയും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഉണ്ട് എല്ലാ MC ഓഡിയോസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബിജു നാരായണൻ അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ ഉണ്ട്, വിനോദ് കുമാർ, അദ്ദേഹം 2 അയ്യപ്പൻ്റെ സോങ്സ് ചെയ്തിട്ട് MC ഓഡിയോസാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ TSG തന്നെ അദ്ദേഹത്തെ രാധാകൃഷ്ണൻ സാറിന് തന്നെ പാടി അത് കമ്പോസ് ചെയ്ത ഒരു അയ്യപ്പൻ്റെ സോങ്സ് ഓൾറെഡി MC ഓഡിയോസിലുണ്ട്. പിന്നെ എൻ്റെ ലളിതഗാനങ്ങളും MC ഓഡിയോസിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ഇതിൻ്റെ കമ്പോസറിനെ തന്നെ പരിചയപ്പെടാം. ശങ്കർ വിനായക്. എല്ലാവർക്കും അറിയാം, TS രാധാകൃഷ്ണൻ സാറിൻ്റെ മകനാണ്. നല്ലൊരു സിംഗറാണ്. ഒരുപാട് അതിൽ അച്ഛൻ്റെ കൂടെ ഒരുപാട് ഭജൻസിൻ്റെ ഓർക്കസ്ട്രേഷനും പാട്ടുകളും മ്യൂസിക് ലൈഫിൻ്റെ മ്യൂസിക്കായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ പാട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പാട്ട് എനിക്ക് ഇത് ഓർഗനൈസ് ചെയ്തത് ശ്രീ സുബ്രഹ്മണ്യം നാരായണൻ കൽപ്പാത്തി. അദ്ദേഹമാണ് ഇത് ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ ഒരു ടീമിൽ ചെയ്യണം എന്ന് MC അവരോട് സംസാരിച്ച് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യമായിട്ട് ലിറിക്സ് തരുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ 4 ലിറിക്സാണ് തരുന്നത്. ഇതിൽ ഏത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് തന്നു. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞ് അത് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു പാട്ട് എടുത്തതാണ്, ആദ്യമായിട്ട് എടുത്ത പാട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തത്. അതിൻ്റെ ട്യൂൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് തോന്നും, അതെടുക്കുമ്പോൾ അയ്യപ്പസ്വാമിയെ വിചാരിച്ച് ഒരു ട്യൂൺ പാടും. അപ്പോൾ അത് സുരുട്ടി രാഗത്തിൽ അങ്ങനെ നല്ലൊരു ഇതായിട്ട് വന്നു. ചേട്ടന് അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അങ്ങനെ ചേട്ടൻ പാടി
അങ്ങനെയാണ്. ഇതിൻ്റെ ഇപ്പം ഓർക്കസ്ട്രേഷനിലും എല്ലാ തരം ഇൻസ്ട്രുമെൻസും ഉണ്ടല്ലോ അല്ലേ? വീണ, തബല, അതെ അതെ, ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഫ്ലൂട്ട്, വീണ, തബല, പിന്നെ ഇപ്പോൾ ബാക്കി റിതം ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം റിതം പാഡിലാണ് വായിക്കാറുള്ളത്. സോ അതിലത്തെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ട്യൂണാണോ ആദ്യം ട്യൂൺ ചെയ്യുക, അതോ ലിറിക്സ് നോക്കിയിട്ട്? ലിറിക്സ് നോക്കി തന്നെ ട്യൂൺ ചെയ്യാറുള്ളത്. അതെ അതെ, ഇത് അങ്ങനെ തന്നെ വെച്ചാണ് ഈ പാട്ട്. ഇനി അടുത്ത് നമുക്ക് സിംഗറിനെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. പ്ലേബാക്ക് സിംഗർ ഗണേഷ് സുന്ദരം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ സിനിമയിൽ തന്നെ പാടി ഹിറ്റായിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഈ പാട്ടിനെ കുറിച്ച് കുറേ നാളുകളായി ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു പാട്ട് ചെയ്യണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ അത് ഉരുത്തിരിഞ്ഞ് അവസാനം ഈ സീസണിലെ അയ്യപ്പൻ ഗാനത്തിലേക്കായി. MC ഓഡിയോസിൻ്റെ വേറെ 1-2 പ്രൊജക്ട്സ് ഇങ്ങനെ ഈ സമയത്ത് പറഞ്ഞിരുന്നു. അതിൽ പക്ഷേ ഇത് മാത്രമേ നടന്നു വന്നുള്ളൂ. അതൊരു നിയോഗം ആയിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഭക്തി കൊണ്ട് എഴുതുന്ന പാട്ടുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനു മുമ്പുള്ള പാട്ടുകൾ ഞാൻ പലതും കേട്ടിട്ടുണ്ട്. ഉള്ളിലെ ഭക്തി ആണ് പുറത്തേക്ക് അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തികഞ്ഞ ഒരു ഭക്തനായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരുന്ന വരികളാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താ പറയണ്ടേ, അതാണ് ഏറ്റവും ജെന്യൂനായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ശങ്കർ ഈ ചെറിയ പ്രായത്തിലും ഒരു സംഗീത ഉപാസകനായിട്ട് ജീവിക്കുന്ന ആളാണ്. അതിന് കാരണം ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു, മഹാഗുരു എന്നുള്ളൊരു പ്രയോഗം. ഞാൻ രാജേഷൻ ചേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു പ്രയോഗം ഞാൻ ആദ്യം കേൾക്കുക. സത്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും യോജിക്കുന്ന ഈ കാലത്തെ ഒരു വ്യക്തിത്വമാണ് രാജേഷൻ ചേട്ടൻ എന്നുള്ളത് ഞാൻ വളരെ സിൻസിയറായിട്ട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം അച്ഛൻ്റെ ആ പാത പിന്തുടരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുട്ടിക്കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ് ശങ്കറിനെ. ഈ പാട്ടിൻ്റെ ഒരു കമ്പോസിങ്ങിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് വലിയ വലിയ ലെജൻഡ്സ്, ദക്ഷിണാമൂർത്തി സ്വാമി, ജെ വിജയ, ഈ പറഞ്ഞ രാധാകൃഷ്ണൻ ചേട്ടൻ, TS രാധാകൃഷ്ണൻജി, ഇവരുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വരികൾ നോക്കുക, വരികൾ എത്രത്തോളം അർത്ഥവത്താണ്, എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരറിയാതെ പുറത്തേക്ക് വരുന്ന ഒരു സംഗീതമാണ് നമ്മൾ കേട്ടിട്ടുള്ളതല്ല. ഞാനത് സാക്ഷിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കമ്പോസിങ് ടൈമിലൊക്കെ ഇരിക്കാൻ, രവീന്ദ്ര മാഷ് ഉൾപ്പെടെയുള്ളവരുടെ ഇരിക്കാനുള്ള യോഗം എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എത്രത്തോളം നല്ല വരികളാണോ അത്രത്തോളം നല്ല സംഗീതം അതിൽ വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാം പറയുന്ന പോലെ തന്നെ അവരല്ലാതെ ചെയ്യുന്നത് വേറെ ആരോ അത് അവർക്ക് ചെയ്തു കൊടുക്കുന്നു, അവരിലൂടെ അത് പുറത്തു വരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ പോലും ഇതിനൊക്കെ സാക്ഷിയാൻ എനിക്ക് സാധിച്ചു എന്നുള്ള ഒരു വലിയ ഭാഗ്യമാണ്. സത്യത്തിൽ അതിനുശേഷം പിന്നെ ഞാൻ അത്തരത്തിലൊരു രീതി കണ്ടത് ശങ്കറിൻ്റെ ഈ ക്രിയേഷനിലാണ്. ശങ്കർ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി വരിയെടുത്തു പാടി അങ്ങോട്ട് പാടുകയാണ്, ശ്രുതി ഇട്ടിട്ട് അങ്ങ് പാടുകയാണ്. അവരെല്ലാം ചെയ്തിരുന്നതും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇന്ന കോഡിൽ ഇന്ന വാക്ക് വെക്കണം അല്ലെങ്കിൽ ഈ പ്രോഗ്രഷൻ വേണം എന്നൊന്നും ചിന്തിച്ചിട്ടല്ല. അപ്പോൾ ആ വരി നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ട്യൂൺ അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു രാഗത്തിലായിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ ആ രാഗം കംപ്ലീറ്റ്ലി രാഗം ആകണമെന്നില്ല. പിന്നീട് വേണമെങ്കിൽ അത് രാഗത്തിലേക്ക് പൂർണ്ണമായിട്ട് ആക്കാനും പറ്റും. അങ്ങനെ അപ്പോൾ ആ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ആ ജെന്യൂനായിട്ടുള്ള ആ മ്യൂസിക്കാണ് ഈ ഒരു പാട്ടിലും ഉള്ളതെന്നാണ് അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയത്. അതൊരു എന്താ പറയുക, എനിക്ക് തോന്നുന്ന ഒരു സംഗീത ഉപാസകൻ ആയിട്ടുള്ള ഒരാൾക്ക് അത് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. മറ്റു പലരും പറയുന്നതൊക്കെ സ്വരങ്ങളെ ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ സ്വരങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ സൃഷ്ടിച്ചിട്ട് അതിൽ കൂടെ പാട്ടുണ്ടാക്കുന്നു എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ താല്പര്യം ഇത്തരത്തിൽ വരുന്ന സംഗീതത്തോടാണ് എനിക്കും താല്പര്യം. അതാണ് കൂടുതൽ ജെന്യൂനായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടായിരിക്കുമല്ലോ പാടാൻ നേരത്തെ. നമുക്ക് ചേട്ടനതായിട്ട് എന്തെങ്കിലും ഇൻപുട്ട് അതിൽ? ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്തായിരുന്നു ശങ്കറിനോട്. ഫ്രീഡത്തിൻ്റെ കുറവൊന്നുമില്ല. ഇപ്പോൾ രാജേഷൻ ചേട്ടനാണെങ്കിലും നമുക്ക് ഫ്രീഡം തരാം. എന്നാൽ പോലും ഞാനൊരിക്കലും മ്യൂസിക് ഡയറക്ടറെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഒരു മ്യൂസിക് ഡയറക്ടറെ അവരുടെ വലിപ്പം ചെറുപ്പം ഒന്നും നമ്മളെ ബാധിക്കാറില്ല ആ കാര്യത്തിൽ. അപ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കുക അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരാൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നാളെ ഇതുവരെ ഞാനത് ചെയ്തിട്ടുള്ളൂ. ശങ്കറിനോടും ആ സമീപനം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ എന്നാൽ പോലും സജഷൻസൊക്കെ നമുക്ക് പറയാമല്ലോ, ചോദിക്കാമല്ലോ. ഞാനപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ടെമ്പോ കുറച്ച് കൂട്ടിയാൽ നന്നായിരിക്കും എന്ന് തോന്നി. പക്ഷേ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കണമല്ലോ. അതവിടെ ശങ്കർ അത് പ്രകടിപ്പിച്ചു. വേണ്ട ഏട്ടാ, അത് ആ ടെമ്പോ തന്നെ മതി
എന്ന് പറഞ്ഞു. ഇല്ല, അത് അന്ന് നമ്മൾ ട്രാക്ക് റെക്കോർഡ് ചെയ്തിരുന്നല്ലേ? പക്ഷെ അത് അങ്ങനെ ആയിരിക്കണം, തീരുമാനമുള്ള ആളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ നമുക്ക് പോയി ചുമ്മാ നിന്നു കൊടുത്താൽ മതി, നമ്മളെ കൊണ്ട് പാടിച്ചോളും. അതാണ് നമ്മുടെ അനുഭവം. ഇപ്പം ഈ കമ്പോസിങ് ടൈമിലും ലിറിക്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും വന്നിട്ടില്ല. ശങ്കർ വിനായക് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് എന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് കിട്ടിയ ഒരു വലിയൊരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജന്മസിദ്ധമായ കഴിവ്, അതെല്ലാം അദ്ദേഹം അതിൽ പ്രയോഗിച്ചു. പക്ഷേ അതിൽ ലിറിക്സ് ഒന്നും മാറ്റേണ്ടതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അതേപോലെ തന്നെ അദ്ദേഹം അത് ഉപയോഗിച്ചു. നിങ്ങൾ ഒരുമിച്ച് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? വർക്ക് ചെയ്തിട്ടുണ്ട് വെച്ചാൽ എല്ലാം അയ്യപ്പൻ എന്നുള്ള ആൽബത്തിൽ വിനായക ഒരു പാട്ട് പാടിയിട്ടുണ്ട്. തീരാത്തൊരഴലുകൾ തീരുന്ന സന്നിധി പറഞ്ഞൊരു പാട്ട് ഓൾറെഡി വിനായക അത് ഗംഭീരമാക്കി പാടി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ പാലക്കാട് പ്രകാശ് എന്നുള്ള ആൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മുരുകൻ്റെ പാട്ട്, അതിലെ 2 പാട്ട് വിനായകൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. പഞ്ചാമൃതം എന്നുള്ള ആൽബമാണ്. അതും ഒരു 4 വർഷം മുന്നെയാണത് ആൽബം. അത് വിനായകൻ തന്നെയാണ് അത് 2 പാട്ടും പാടിയിരിക്കുന്നത്. ഈ ഒരു പാട്ട് എത്രമാത്രം ചാലഞ്ചിങ് ആയിരുന്നു കമ്പയർ ടു മറ്റുള്ള സോങ്സ് നോക്കുകയാണെങ്കിൽ? അല്ല, ഇത് ചലഞ്ചെന്ന് പറഞ്ഞാൽ ചില രാഗങ്ങളിൽ ചില പാട്ടുകൾ ചെയ്ത് കിട്ടുമ്പോഴേ നമുക്കതൊരു ചെറിയൊരു ഈ പറഞ്ഞൊരു ചെറിയ ചലഞ്ച് പോലെ തോന്നാം. ചലഞ്ചെന്നല്ല, ഒരു ടെൻഷനായിട്ട് വരും. മീൻസ് ഈ സുരുട്ടി എന്ന് പറഞ്ഞ രാഗം നേരത്തെ ഒരു മാസ്റ്ററിൻ്റെ പാട്ട് ഇതുപോലെ ഞാൻ സുരുട്ടിയിൽ പാടിയതാണ്. പക്ഷെ അദ്ദേഹത്തിന് അന്നത് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ആ രാഗത്തിൻ്റെ ഭാവത്തിലേക്ക് അധികം എത്തിയിരുന്നില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത് വന്നപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ ഇരുന്നില്ല. പക്ഷെ എന്നാൽ പോലും വളരെ വ്യക്തമായിട്ട് പിന്നെ സിൻസ് ഹീസ് എ സിംഗർ, ഒരു നല്ലൊരു മികച്ച ഗായകനും കൂടെ ആയതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് പാടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ കാര്യമായി ചലഞ്ചൊന്നും ഫീൽ ചെയ്തില്ല. അതങ്ങനെ തന്നെ പാടിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. തുടക്കത്തിൽ സുരുട്ടി എന്നുള്ളൊരു റൂട്ട് കേട്ടപ്പോൾ എനിക്ക് ആദ്യം അങ്ങനെ ഒരു ചിന്ത വന്നു എന്നേ ഉള്ളൂ. അതർവൈസ് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ചേട്ടൻ സ്വന്തമായിട്ട് 2-3 സ്ഥലത്ത് നല്ല വേരിയേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് പാടി, ആ പാട്ട് അറിഞ്ഞ് അത് നന്നായിട്ട് പാടിത്തന്നു. നമ്മൾ അത് ചെറിയ തോതിലൊരു അതിക്രമിച്ച് കിടക്കലാണ്. അത് മ്യൂസിക് ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ മാത്രം ഓക്കെ, അല്ലെങ്കിൽ നമ്മളത് വിഡ്രോ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ല, അത്രയും ഫ്രീ ആയതുകൊണ്ടാണല്ലോ നമുക്കത്. അതിപ്പോൾ മുതിർന്ന സംഗീതജ്ഞരാണെങ്കിലും അങ്ങനെ അനുവദിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അവരെ ഓവർടേക്ക് ചെയ്യരുത് എന്ന് തന്നെ ആയതുകൊണ്ട് അവർക്കത് പ്രശ്നം വരില്ല. നമ്മളങ്ങനെ അവരെക്കാൾ മികച്ചതാകാനുള്ള ശ്രമമല്ലല്ലോ. നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ ചില സംഗതികൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ വന്നു പോകും. അതൊക്കെ ചിലപ്പോൾ പാടി വിടും, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര. ഇതിൻ്റെ ഈ ഒരു കമ്പോസിങ് സമയത്ത് അല്ലെങ്കിൽ സിംഗിങ് സമയത്ത് അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ? അല്ല, ആക്ച്വലി ഞാൻ കരുതിയത് ഞാൻ ശങ്കറിൻ്റെ കമ്പോസിഷനിൽ ഞാൻ ആദ്യം പാടുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിന് മുമ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ട് അത്രേ. അപ്പോൾ ശങ്കർ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എനിക്കത് പക്ഷേ PC അരവിന്ദൻ സാറുടെ ലിറിക്സിൽ ഒരു സുബ്രഹ്മണ്യ സ്വാമിനെ കുറിച്ച്, ഇളങ്കുന്നപ്പുഴ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പാട്ട് ചേട്ടൻ പക്ഷെ അന്ന് പാടാനൊന്നും പോയിരുന്നില്ല. ഞാൻ കമ്പോസ് ചെയ്ത് ട്രാക്ക് പാടി ചേട്ടൻ നേരിട്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കും. മാത്രമല്ല നമ്മൾ പലപ്പോഴും പാടുന്ന പാട്ട് നമ്മുടെ കയ്യിൽ തിരിച്ചെത്തണമെന്നില്ല. എത്രയോ പാട്ടുകൾ നമ്മൾ പാട്ടുകളുടെ എണ്ണം പറയുമെങ്കിലും അതിലൊരു 60% ഒക്കെ നമ്മുടെ കൈവശമുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ പിന്നെ കേൾക്കുന്ന പോലും ഉണ്ടാവില്ല. അതെ, നമ്മൾ ലിറിക്സ് എഴുതി കഴിയുന്ന സമയത്ത് ഇന്നയാളെ കൊണ്ട് പാടിപ്പിക്കണമെന്ന് മനസ്സിൽ അങ്ങനെ ചിന്ത വന്നിരുന്നു, അത് ആര് പാടണം? ഇല്ല, ഓൾറെഡി ഇത് പറഞ്ഞിരുന്നു, അങ്ങനെ പാടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി അങ്ങനെ വരാറൊന്നുമില്ല, ഇന്നാള് പാടണം എന്നുള്ള അങ്ങനെ. സാധാരണ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പൊ ചില ഉണ്ടാവാറില്ല, ഇന്നാള് പാടിയാൽ നന്നാവും എന്നുള്ളത്. അതെ, ചില സമയത്തൊക്കെ വരാറുണ്ട്. ഓരോ ചില ആ വരികളുടെ അത് നമുക്ക് വരുന്ന വരികളുടെ ആ ഒരു രീതി കണ്ടിട്ട് ചില ഫാസ്റ്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മെലോഡിയസ് ആണെങ്കിലും ശരി, നമ്മുടെ മനസ്സിൽ തോന്നലൊക്കെ ഉണ്ട്, വരാറുണ്ട് ചില സമയത്ത്. പക്ഷെ ഇതിൽ ഓൾറെഡി പറഞ്ഞിരുന്നു ഇങ്ങനെ ശങ്കർ വിനായകും ഗണേശ് ചേട്ടനും ഒക്കെ ആണെന്നുള്ള പറഞ്ഞിട്ട് നമുക്ക് പിന്നെ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതെ അതെ. അപ്പൊ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഈ ഗാനത്തിലൂടെ എന്താണ്? ഭക്തിഗാനം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഭക്തി തോന്നണമല്ലോ. അപ്പോൾ അവർ കേൾക്കുമ്പോൾ അവർക്ക് അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി, ആ ഒരു അനുഭവം, അവർക്ക് ശബരിമലയിൽ പോകുന്ന പോലെ അവിടെ കിട്ടുന്ന ഒരു അനുഭൂതി ഈ പാട്ടിൽ കിട്ടണം ഉള്ളൊരാഗ്രഹത്തിലാണ് ചെയ്യുന്നത്. പിന്നെ അത് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മളുടെ കയ്യിലില്ല. അതിപ്പോൾ ഏതൊരു പാട്ടായാലും അത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ലൈഫ് അത് ഒരു സമയത്ത് ആ കാലഘട്ടം അനുസരിച്ച് ഡിസൈഡ് ചെയ്യും. അത് നമ്മളുടെ കയ്യിലില്ല. അത് ആസ് ക്രിയേറ്റേഴ്സ് നമ്മളൊരു പരിധിവരെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. സോ എല്ലാ ഗാനങ്ങളും ഹിറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഈ 3
മേഖലകളിലുള്ളവരും എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നത്, ആരായാലും. അത് പിന്നെ ഒരു ലക്കാണ്, അത് ഹിറ്റാകുക, ജനം ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്തരം പാട്ടുകളെന്ന് പറയുന്നത് കൂടുതൽ ഭക്തിമയമായിട്ടുള്ള ഗാനങ്ങളാണ്, ഒട്ടും ജമ്പിങ് ആയിട്ടുള്ളതോ ഒന്നുമല്ല, വളരെ സൂത്തിങ് ആയിട്ടുള്ളൊരു സോങ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെയാണ് കൂടുതലായിട്ട് ഈ ഭക്തി കൺവേ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ, അത്തരം ഗാനങ്ങളിലൂടെ. അപ്പോൾ അതിന് സാധിക്കും ഈ പാട്ടിന് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇവരുടെയും അത് തന്നെ ആയിരിക്കും. എല്ലാത്തിനും ഒരു തലക്കുറി ഉണ്ടല്ലോ എന്ന് പറയണ പോലെ അല്ലേ? കാരണം നമ്മൾ ചില പാട്ടുകൾ വെറുതെ എഴുതുമ്പോൾ അത് ചിലപ്പം ജനങ്ങൾ ഏറ്റെടുക്കും, ചിലത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എഴുതി കൊണ്ടുവന്ന പാട്ടുകൾ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു തലക്കുറി ഉണ്ട്. പലതും അറിയപ്പെടാതെ പോകുന്ന ഗാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എത്ര പ്രഗത്ഭരായാലും നല്ല പാട്ടുകൾ, കമ്പോസർ നല്ല നന്നായി സിംഗ്. ചിലത് പിന്നീട് കാണുമ്പോഴാണ് ഇത്രയും നല്ലൊരു പാട്ടുണ്ടായതെന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ. നമുക്ക് ഈ പാട്ടിന്റെ ഒരു 4 വരി ചേട്ടാ പാടിയാലോ? തീർച്ചയായിട്ടും, അത് കൂടാതെ പറ്റില്ലല്ലോ. പാടൂ സാർ. ശരി. മന്ത്ര ചൈതന്യമെന്നിലാവാഹിക്കും മലവാഴും ശ്രീമണികണ്ഠ, മന്ത്ര ചൈതന്യമെന്നിലാവാഹിക്കും മലവാഴും ശ്രീമണികണ്ഠ, മന്ത്രപുഷ്പങ്ങൾ തൃക്കാൽ കലർപ്പിക്കും മനസ്സും മലരായി വിടർത്തു, മന്ത്രപുഷ്പങ്ങൾ തൃക്കാൽ കലർപ്പിക്കും മനസ്സും മലരായി വിടർത്തു, കാൽക്കലൻ മാനസം മലരായി വിടർത്തു, മന്ത്ര ചൈതന്യമെന്നിലാവാഹിക്കും മലവാഴും ശ്രീമണികണ്ഠ. മന്ത്രപുഷ്പങ്ങൾ തൃക്കാൽ കലർപ്പിക്കും മനസ്സും മലരായി വിടർത്തു, കാൽക്കലൻ മാനസം മലരായി വിടർത്തു. ഭയങ്കര ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പാട്ട് കേട്ടപ്പോൾ. ഇതിൻ്റെ ഒരു സ്പാർക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് കിട്ടിയത്? ഒരു ഇമോഷൻ സൈഡാണോ, അതൊരു പ്രാർത്ഥനയിലൂടെയാണോ, എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് സ്പാർക്ക് വന്നത്? ഇത് ആക്ച്വലി ഭൂതനാഥ സർവസ്വം, അയ്യപ്പ ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. വെച്ചാൽ അയ്യപ്പനെ നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ, ഉപാസിക്കുകയാണെങ്കിൽ, വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മന്ത്രം ജപിച്ച് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൈതന്യം ആ ഭക്തന് കൊടുക്കുന്നതാണ്, ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് ഭൂതനാഥ സർവസ്വത്തിൽ പറയുന്നുണ്ട്, അയ്യപ്പചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. അതാണ് അത് നീയാകുന്നു തത്വമസി, നീയാണ് പിന്നെ അത്രയും അദ്ദേഹത്തെ ഉപാസിക്കുന്ന, അദ്ദേഹത്തെ വ്രതെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന വ്യക്തി നീയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ചൈതന്യം ആ കൊടുക്കുകയാണല്ലോ. അതാണ് ആ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുകയാണെങ്കിൽ ആ ചൈതന്യം ആ ജപിക്കുന്ന ഭക്തന് കൊടുക്കുന്നു. അതാണ് ആ ഫസ്റ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഏതൊരു ഭക്തനും മന്ത്രചൈതന്യം എന്നിലാവാഹിക്കും എന്നാണ് മലവാഴ് ശ്രീമണികണ്ഠ. അപ്പം അവിടെ ആ ഭക്തൻ്റെ മനസ്സിനെ തൃക്കാൽക്കലൊരു മലരാക്കി വിടർത്താനാണ് അയ്യപ്പനോട് പറയുന്നത്. ആ ഒരു ഭക്തി അവിടെ ആ കാൽക്കൽ വെക്കുകയാണ്. അതാണ് ഒരു അയ്യപ്പനെ റിക്വസ്റ്റ് ചെയ്യാണ്, ഞാനും ഒരു ഭക്തനാണ്, തെറ്റുകുറ്റങ്ങളുടെ പുറത്ത് എന്നെയും കൂടി ആ കാൽക്കൽ എൻ്റെ ഭക്തി കൂടി ഒരു അങ്ങ് പരിഗണിക്കണം എന്നാണ് പറയണത്. ഈ പാട്ടിലെ മോസ്റ്റ് ടച്ചിങ് ലൈൻ ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നിയത് ആദ്യത്തെ ഫസ്റ്റ് ലൈൻ തന്നെയാണ്, മന്ത്രചൈതന്യം എന്നിലാവാഹിക്കും. അത് തന്നെയാണ് ഏറ്റവും എനിക്ക് തോന്നിയിരിക്കുന്നത്, ടച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് വർക്കുകളൊക്കെ ഏതാണ്? ലേറ്റസ്റ്റ് ഇതിന് മുന്നേ ഒരു മാസം മുന്നേ നാഗങ്ങളുടെ ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരുവിലാമല പാമ്പാടി നാഗങ്ങളുടെ, വിനോദ് കുമാറാണ് സംഗീതം ചെയ്ത് അദ്ദേഹം തന്നെ ആലപിച്ചത് തന്നെയാണ്. അതിനുശേഷം പിന്നെ ശങ്കർ വിനായക സംഗീതം ചെയ്ത് ആലപിച്ച കൽപ്പാത്തി മന്ദക്കര ഗണപതിയുടെ ഒരു ആൽബം ഇറങ്ങി. അത് 2 ആഴ്ച മുന്നെയാണ് ഇറങ്ങിയത്. കഴിഞ്ഞ ആഴ്ച പൂർണ്ണത്രയീശൻ്റെ ഗാനം ഇറങ്ങിയിരുന്നു. അത് രാധാകൃഷ്ണ സാറാണ് സംഗീതം, ശങ്കർ വിനായകാണ് അത് പാടിയിരിക്കുന്നത്. അതിപ്പോൾ ഇറങ്ങി 5 ദിവസമായിട്ടുള്ളൂ. ലേറ്റസ്റ്റ് ഇതാണ്. ചേട്ടൻ്റെ അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? അപ്കമിങ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഉള്ളത് ഒരു മാപ്പിളപ്പാട്ടാണ്. ബിജിബാലിൻ്റെ സംഗീതത്തിലൊരു മാപ്പിളപ്പാട്ട്, അത് പാട്ട് പാടി കഴിഞ്ഞു, ഉടനെ റിലീസ് ഉണ്ടാവും. ഈ അയ്യപ്പ ഭക്തി ഗാനങ്ങളും ട്രഡീഷണൽ ഭജൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം, കാരണം ട്രഡീഷണൽ ഭജൻസ് നമ്മൾ മണ്ഡല കാലത്ത് പാടുന്ന പാട്ടുകളും അയ്യപ്പ ഗാനങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്?
ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഭക്തിഗാനങ്ങൾ വേറൊരു ശ്രേണിയാണ്. ഈ ട്രഡീഷണൽ ഭജൻസ് എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ ഒരുമിച്ചിരുന്ന് പാടുകയും പിന്നെ ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആലാപന രീതികളും ഒക്കെയാണ് അതിനുള്ളത്. ഇപ്പോൾ ശാസ്താംപാട്ട് അല്ലെങ്കിൽ ഉടുക്കുകുട്ടിപ്പാട്ട്, ചിന്തുപാട്ട് എന്നൊക്കെ പറയുന്ന പോലെ പലതരത്തിലുണ്ട്. ഓരോ പ്രദേശത്തും ഓരോ രീതിയിലുള്ള ഈ ഭക്തി പ്രകടിപ്പിക്കാനുള്ള മാർഗമായിട്ട് ഈ സംഗീതത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പക്ഷേ ഡിവോഷണൽ സോങ്സിൻ്റെ ഒരു പാറ്റേണിലുള്ള ഗാനങ്ങളാണല്ലോ നമ്മൾ പൊതുവിൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അവതരിപ്പിക്കുന്നത്. ഒരു ലൈറ്റ് സോങ് ആണ് അല്ലെങ്കിൽ ഒരു സെമി ക്ലാസിക്കൽ ഫ്ലേവറുള്ള പാട്ടുകളായിരിക്കാം ഈ ഇത്തരത്തിലുള്ള അയ്യപ്പ ഭക്തിഗാനം ഉൾപ്പെടെയുള്ള എല്ലാ ഭക്തിഗാനങ്ങളും വരുന്നത്. അത് ഏത് ഭാഷയിലാണെങ്കിലും അങ്ങനെയാണ്. പിന്നെ ട്രഡീഷണൽ ഭജനകളിൽ കൂടുതൽ സാഹിത്യം, നാമാവലികളായിരിക്കും. ഭഗവാന്റെ നാമം തന്നെ അതിൻ്റെ പര്യായങ്ങളും. ഇതിലാകുമ്പോൾ കൽപ്പനകളുണ്ടാകും, അതെ, മറ്റാശയങ്ങൾ ഉണ്ടാകും, സാഹിത്യം കുറെ കൂടി കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ വരെ ഇത്തരം ഗാനങ്ങളിൽ ഉൾപ്പെടുത്താൻ. ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഭജൻസ് പറയുമ്പോൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടിയിട്ട്. ഒരു ടൈം ലിമിറ്റ് ഒന്നും ഇല്ല, ഒരു ഫ്രെയിം ഇല്ല. എത്ര വേണമെങ്കിലും ടൈം കൂട്ടി കൊണ്ടുപോകാം, റിപ്പീറ്റ് ചെയ്ത് പാടാം. പക്ഷെ ഗാനത്തിലല്ല, പല്ലവി അനുപല്ലവി ചരണം കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ ചട്ടക്കൂട്ടിൽ നിൽക്കുകയാണ്. ഭജനയ്ക്ക് അങ്ങനെയല്ല. ഭജന വീണ്ടും നമുക്ക് ഇഷ്ടം പോലെ പാടാം. കുറേ ആൾക്കാരുണ്ടാവും. ഇൻസ്ട്രുമെന്റ്സ് വളരെ എൻ്റെ ഡിഫറെൻ്റ് ആണ് ഇൻസ്ട്രുമെന്റ്സ്. പക്ഷെ ഭജനയുടെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ഡിഫറൻസ്. ഇത് ഒരു സോളോ ആയിട്ട് നമ്മൾ പാടുന്നതും അതെല്ലാവരും ഏറ്റുപാടുന്നതിൻ്റെ ഒരു എനർജി, അതിൻ്റെ ഒരു എനർജി സ്പ്രെഡായിട്ട്. ഇതിപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്പ്രഷൻ മാത്രമേ ആകത്തുള്ളൂ മിക്കവാറും ഒക്കെ ഈ സോളോ സോങ്സിന്. മറ്റേതാകുമ്പോൾ എല്ലാവരും ആ ഭക്തിയുടേതായിട്ടുള്ള ഒരു മൂഡിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. എല്ലാവരും ആ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു പലയിടത്തും. നമ്മൾ ലൈവ് പ്രോഗ്രാം പല സ്ഥലങ്ങളിലും നമ്മൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം. നമ്മൾ ഒരു സോളോ സോങ് പാടുന്നതും അല്ലെങ്കിൽ ഒരു നാമാവലി പാടി എല്ലാവരും ഏറ്റുപാടുമ്പോൾ നല്ല ഒരു ഓഡിയൻസ് എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു എനർജി വേറെ തന്നെയാണ്. നമുക്ക് ചിലവർ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കാണുമ്പോൾ അത്രയും അതിൽ ഇൻവോൾവ് ആയിട്ട്. അപ്പോൾ വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ഈ ആൽബത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഏതാണ്ട് സമയമായി. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഭക്തിഗാനമാണ്. എല്ലാവരിലേക്കും ഭക്തിയുടെ ഒരു അംശം എത്തിക്കുന്ന തരത്തിലാണത് എഴുതിയിരിക്കുന്നതും സംഗീതം നൽകിയിരിക്കുന്നതും. അതിനോട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ ഉള്ള ശ്രമം ഞാനും നടത്തിയിട്ടുണ്ട്. വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ഗാനമാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയായിരിക്കും ഇത്. എല്ലാവരും കേൾക്കണം, ആസ്വദിക്കണം. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവരും ഏറ്റുവാങ്ങണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ശ്രീ മണികണ്ഠൻ ആൽബം ഭയങ്കര ഹിറ്റ് ആവട്ടെ, എല്ലാവരിലേക്കും എത്തട്ടെ. എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും താങ്ക് യു.